മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 3700ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം. ഞങ്ങൾക്ക് ഈ വെക്കേഷൻ പീരീഡും അതുപോലെ ബന്ധപ്പെട്ട സമയത്തുമെല്ലാം ഈ സ്കൂളിലുള്ളവർ അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രവേശനത്തിനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് ജനപ്രതിനിധി. ആളുകൾ മിക്കവാറും ആശ്രയിക്കുന്നത്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ വരണമെന്നും ഒരു അഡ്മിഷൻ തരണമെന്നും ഒക്കെയുള്ള നിർബന്ധമായ അല്ലെങ്കിൽ എങ്ങനെയും കിട്ടണമെന്നിട്ടുള്ള ഒരു വാശിയോടുള്ള രീതിയിലാണ് നമ്മുടെ രക്ഷിതാക്കൾ, പല അകലെ ഉള്ള ആളുകൾ പോലും നമ്മളോട് നിർബന്ധിക്കുന്നത്. അപ്പം മിക്കവാറും കഴിഞ്ഞ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്കൽ മാനേജരെയും അതുപോലെ നമ്മുടെ മുജീബ് മാഷയൊക്കെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്താറ്. അത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനോടുള്ള ആളുകളുടെ താല്പര്യമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ 1, 5, 8 എന്ന് വിട്ടിട്ട് അതിനിടയിലുള്ള കുട്ടികളെ കൂടി എടുക്കാൻ തീരുമാനിച്ചാൽ മിക്കവാറും അടുത്തുള്ള സ്കൂളിൻ്റെയൊക്കെ സ്ഥിതി വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിൽ വരും. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായി ഇവിടെ LKG, 1ാം ക്ലാസ്, 5ാം ക്ലാസ്, 8ാം ക്ലാസ് തുടങ്ങിയ സ്റ്റാൻഡുകളിൽ എടുക്കാൻ ഉള്ള ഒരു സാമാന്യ പ്രായോഗികമായ ഒരു ബുദ്ധി ഇക്കാര്യത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റും ബന്ധപ്പെട്ടവർ കാണിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിൽ, സിനിമാ താരം സിനോജ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ ഓഫ് ലേണിംഗ്, ഫെസിലിറ്റേറ്റിംഗ് ദ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനങ്ങളിൽ ഒന്ന് സഹായിക്കുക, അതിന് ഉള്ള ഉപാധികളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അക്വയർ ചെയ്യേണ്ടത്, നേടിയെടുക്കേണ്ടത് നമുക്കറിയാം. നോളജ്, അറിവ് നേടിയെടുക്കുക, സ്കിൽ, നമുക്കുള്ള പ്രാവീണ്യം അത് നേടിയെടുക്കുക, തിരിച്ചറിയുക, ദർശനം, വിഷൻ ഉണ്ടാവുക, അതുപോലെ ഹാബിറ്റ് ഫോം ചെയ്യുക, ബിലീഫ് സിസ്റ്റം, വിശ്വാസങ്ങൾ ദൃഢീകരിക്കുക. ഇതാണ് ഞാൻ കാണുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇതൊക്കെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നമ്മുടെ പഠനം കൊണ്ട് ഒരു തിങ്കിങ് പാറ്റേൺ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ പഠനം കൊണ്ട് സാധിക്കണം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചാൽ സത്യം പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ അങ്കമാലിപ്പള്ളിയിലെ പ്രദർശനം കയറുന്നവർക്കും കൂടായിരുന്നു. ആ ഒരു എഫക്റ്റാണ് 2025 ആദ്യത്തെ സ്കൂൾ കോളേജ് പരിപാടിയാണ് വന്നത്. മോശമായില്ല, ഗംഭീരമായി. ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയ ഞങ്ങളുടെ സ്കൂളും സെൻറ്റ് ജോസഫ് അങ്കമാലിയാണ്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞ് വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അവിടെ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 3000 സംതിങ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇത്ര വലിയൊരു സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ആദ്യം തന്നെ എല്ലാവർക്കും ഭയങ്കര നന്ദി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബാലകർഷക അവാർഡ് ദാനവും സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ ഉപഹാര സമർപ്പണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം, മാതൃസംഗമം പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി, പ്രിൻസിപ്പൽ ഡൊമിനിക് സേവിയോ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്,
മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ജിസ്മോൻ ഫ്രാൻസിസ്, സീനിയർ അധ്യാപിക CM സ്റ്റെല്ല, സ്റ്റുഡൻസ് ചെയർമാൻ അമൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, അധ്യാപികമാരായ ജെസി ഫ്രാൻസിസ്, VS സീജ, സൂസി ചീക്കു, ബിസിൻ ജോസഫ്, KV ജയന്തി, ഹെഡ് ക്ലർക്ക് ആൽബർട്ട് ഷീൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.